ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 5-ാം അധ്യായത്തിലെ 1 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. അഥ പഞ്ചമോധ്യായഃ. സൂത ഉവാച. അഥ തം സുഖമാസീന ഉപാസീനം ബൃഹശ്രവാ ദേവർഷി പ്രാഹ വിപ്രർഷിം വീണാപാണിസ്മയന്നിവ. നാരദ ഉവാച. പാരാശര്യമഹാഭാഗഭവതഃ കച്ചിദാത്മനാ പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവ വാ. ജിജ്ഞാസിതം സുസമ്പന്നമപി തേ മഹദദ്ഭുതം കൃതവാൻ ഭാരതം യസ്ത്വം സർവാർത്ഥപരിബൃംഹിതം. ജിജ്ഞാസിതമധീതം ച യത്തത് ബ്രഹ്മ സനാതനം അഥാപി ചോജസ്യാത്മാനമകൃതാർത്ഥൈവ പ്രഭോ. വ്യാസോവാച. അസ്ത്യേവ മേ സർവമിദം ത്വയോക്തം തഥാപി നാത്മാ പരിതുഷ്യത്തെ മേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം. സ വൈ ഭവാൻ വേദ സമസ്തഗുഹ്യമുപാസിതോ യത്പുരുഷഃ പുരാണ പരാവരേശോ മനസൈവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈരസംഗ. ത്വം പര്യടന്നർക്ക ഇവ ത്രിലോകീ മന്ദശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മതോ വ്രതൈ സ്നാതസ്യ മേ ന്യൂനമലം വിചക്ഷ്വ. ശ്രീനാരദ ഉവാച. ഭവതാനുദിതപ്രായം യശോ ഭഗവതോ മലം യേനൈവാസൗ ന തുഷ്യേത മന്യേതദർശനം ഖിലം. യഥാ ധർമാദയശ്ചാർത്ഥാ മുനിവർയാനുകീർത്തിതാ ന തഥാ വാസുദേവസ്യ മഹിമാ ഹ്യനുവർണിത. ന യദ്വചശ്ചിത്രപദം ഹരേര്യശോ ജഗത്പവിത്രം പ്രഗൃണീത കർഹിചിത്. തദ്വായസം തീർത്ഥമുശന്തി മാനസാ ന യത്ര ഹംസാ നിരമന്ത്യുശിക്ഷയാ. തദ്വാഗ്വിസർഗോ ജനതാഘവിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യ യശോംഗിതാനി യച്ഛൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭത്തെ ജ്ഞാനമലം നിരഞ്ജനം. കുതഃ പുനഃ ശശ്വതഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മ യദപ്യകാരണം. അഥോ മഹാഭാഗഃ ഭവാനമോഘദൃക് ശുചിശ്രവാഃ സത്യരതോ ധൃതവ്രത. ഉരുക്രമസ്യാഖിലബന്ധമുക്തയേ സമാധിനാനുസ്മര തദ്വിചേഷ്ടിതം. തതോന്യഥാ കിഞ്ചന യദ്വിവക്ഷത പൃഥക്ദൃശസ്തത്കൃത രൂപനാമഭി. ന കുത്രചിത് ക്വാപി ചതുസ്ഥിതാ മതിർലഭേദവാദാഹതനൗരിവാസ്പദം. ജുഗുപ്സിതം ധർമ്മകൃതേനുശാസത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ. യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യത്തെ തസ്യ നിവാരണം ജന. വിചക്ഷണോऽസ്യാർഹതി വേദിതും വിഭോരനന്ദപാരസ്യ നിവൃത്തിതഃ സുഖം. പ്രവർത്തമാനസ്യ ഗുണൈരനാത്മനസ്തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. ത്യക്ത്വാ സ്വധർമ്മം ചരണാംബുജം ഹരേർഭജന്നപക്വോത്ഥ പതേതോ യതി. യത്ര ക്വ വാ ഭദ്രമഭൂതമുഷ്യ കോ വാർത്ത ആപ്തോ ഭജതാം സ്വധർമ്മത. തസ്യൈവ ഹേതോ പ്രയതേത കോവിതോ ന ലഭ്യത്തെ യദ്ഭ്രമതാമുപര്യഥ. തല്ലഭ്യത്തെ ദുഃഖവദന്യതഃ സുഖം കാലേന സർവത്ര ഗഭീരരംഹസാ. ന വൈ ജനോ ജാതു കഥഞ്ജനാവ്രജേന്മുകുന്ദസേവ്യന്യവദംഗസംസൃതിം സ്മരൻ മുകുന്ദാംഘ്രുപകൂഹനം പുനർവിഹാതുമിച്ഛേന്നരസഗ്രഹോ യത. ഇദം ഹി വിശ്വം ഭഗവാനിവേതരോ
യതോ ജഗസ്ഥാനനിരോധസംഭവാ തദ്ധി സ്വയം വേദ ഭവാംസ്തഥാപി വൈ പ്രാദേശമാത്രം ഭവത പ്രദർശിതം. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ ഈ 5-ാം അധ്യായത്തിൽ വ്യാസമഹർഷിക്ക് ലഭിച്ച നാരദോപദേശമാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് എന്ന് നോക്കാം. നാരദ മഹർഷി വ്യാസമഹർഷിയോട് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അല്ലയോ പാരാശര്യ, അതായത് പരാശരപുത്ര, മഹാഭാഗ്യശാലിൻ, അങ്ങയുടെ ശാരീരികവും മാനസികവുമായുള്ള ചൈതന്യം സ്വചൈതന്യത്തോടു കൂടെ തന്നെ തൃപ്തികരമായിരിക്കുന്നുവോ? അറിയുവാൻ ആഗ്രഹിക്കപ്പെട്ടതെല്ലാം അങ്ങയ്ക്ക് വേണ്ടുവോളം അറിവായിക്കഴിഞ്ഞു. മാത്രമല്ല, യാതൊരു അങ്ങ് അതിസ്ഥൂലവും ആശ്ചര്യകരവും സർവ പുരുഷാർത്ഥ തത്വങ്ങളാൽ പരിപൂർണവുമായ ഭാരതം എന്ന ഇതിഹാസത്തെ ഉണ്ടാക്കി. സനാതനം, അതായത് ശാശ്വതമായ എല്ലാ കാലത്തും നിലകൊള്ളുന്ന പരബ്രഹ്മ തത്വം എന്തൊന്നാണോ അത് അങ്ങയാൽ പരിചിന്തനം ചെയ്യപ്പെട്ടു, അധിഗമിക്കപ്പെടുകയും ചെയ്തു. ഹേ പ്രഭാവശാലിൻ, എന്നിട്ടും അങ്ങ് കൃതാർത്ഥനല്ലാത്തവൻ എന്ന പോലെ തന്നെക്കുറിച്ച് അങ്ങ് വ്യസനിക്കുന്നു. അപ്പോൾ വ്യാസഭഗവാൻ പറയുന്നു, അങ്ങ് പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നും ഉണ്ടായ അങ്ങ്, ആഴം ചേർന്ന അറിവുള്ളവനുമായ അങ്ങ്, ഇതിൻ്റെ കാരണം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. ഹേ നാരദ മഹർഷി, അങ്ങ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കും. കാര്യകാരണങ്ങളെ നിയന്ത്രിക്കുന്നവനായും ഒന്നിനോടും ചർച്ചയില്ലാത്തവനായും ഇരുന്ന് സ്വസങ്കല്പത്താൽ തന്നെ സത്വാദി ഗുണങ്ങൾ കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ആദിപുരുഷനായ ശ്രീഹരി അങ്ങയാൽ ഉപാസിക്കപ്പെട്ടവനാകുന്നു. അങ്ങൊന്ന് 3 ലോകത്തെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് സൂര്യനെ പോലെ സർവദർശിയായും പ്രാണവായുവിനെ പോലെ യോഗശക്തിയാൽ പ്രാണികളുടെ അന്തർഭാഗത്തിൽ വ്യാപിക്കുന്നവനുമായി ഇരുന്ന് ചിത്തവൃത്തികൾക്ക് സാക്ഷിഭൂതനായും വർത്തിക്കുന്നു. പരമമായ ബ്രഹ്മത്തിലും ഈശ്വരനിലും വേദത്തിലും യോഗസാധന കൊണ്ടും സ്വാധ്യായ നിയമങ്ങൾ കൊണ്ടും മുഴുകിയിരിക്കുന്ന എൻ്റെ വലിയ കുറവിനെ ചിന്തിച്ചറിഞ്ഞ് പറഞ്ഞു തന്നാലും. അപ്പോൾ ശ്രീ നാരദ മഹർഷി പറയുന്നു, ഭഗവാന്റെ നിർമ്മലമായ യശസ് അങ്ങയാൽ മിക്കവാറും പറയപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങയ്ക്ക് ഒരു തൃപ്തികരമായ മനസ്സ് ഉണ്ടാകാത്തത്. ഹേ മുനിശ്രേഷ്ഠ, ധർമാദികളായ പുരുഷാർത്ഥങ്ങൾ ഏത് പ്രകാരത്തിൽ വർണ്ണിക്കപ്പെട്ടുവോ അതേ പ്രകാരത്തിൽ ശ്രീ വാസുദേവൻ്റെ മാഹാത്മ്യം വർണ്ണിക്കപ്പെട്ടിട്ടില്ല. നിശ്ചയം തന്നെ. വിചിത്ര പദപ്രയോഗങ്ങൾ ഉള്ളതായിരുന്നാലും കൂടി ഏതു വചനം ലോകത്തെ ശുദ്ധീകരിക്കുന്ന ശ്രീഹരികീർത്തിയെ എടുത്തു പറയുന്നില്ലയോ, അതിനെ, ആ വചനത്തെ കാക്കകൾക്ക് കുളിക്കാനുള്ള തടാകമെന്ന് കരുതി വരുന്നു. ഈ തടാകത്തിൽ ആനന്ദമയമായ ബ്രഹ്മനിവാസസ്ഥാനമായവരും മാനസത്തിൽ വിഹരിക്കുന്നവരും ആയ പരമഹംസന്മാർ ഒരിക്കലും തീരെ രമിക്കുന്നില്ല. അതായത് ഹരികഥയിലാണ് പരമഹംസന്മാർ രമിക്കുന്നത്. അതങ്ങ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് നാരദർ പറയുന്നത്. അബദ്ധം വന്നതായാലും കൂടി ഏതൊരു ശ്ലോകത്തിലാണോ ഭഗവാന്റെ കീർത്തിയാൽ മുദ്രിതങ്ങളായ തിരുനാമങ്ങളുള്ളത്, അങ്ങനെയുള്ള വാക്പ്രയോഗം ജനസമൂഹത്തിൻ്റെ പാപത്തെ ഉന്മൂലനം ചെയ്യുന്നു. അതെന്തുകൊണ്ടെന്നാൽ തിരുനാമങ്ങളുള്ള ആ വാക്പ്രയോഗം സജ്ജനങ്ങൾ കേൾക്കുകയും പറയുകയും കീർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അവരുടെ പാപത്തെ നശിപ്പിക്കാൻ സാധിക്കുന്നത്. അജ്ഞാനരൂപമായ അഞ്ജനത്തെ നിർമാർജനം ചെയ്യുന്നതും നിഷ്കാമതയാൽ ബ്രഹ്മാകാരം പ്രാപിച്ചിരിക്കുന്നതുമായ വിശുദ്ധ ജ്ഞാനം പോലും ഭഗവത് ഭക്തിയോട് കൂടാത്തതാകുമ്പോൾ പര്യാപ്തമായ വിധം ശോഭിക്കുകയില്ല. എന്നിരിക്കെ ഏതവസ്ഥയിലും നല്ലതല്ലാത്ത അമംഗളമായ കാമ്യകർമ്മവും ഭഗവാനിൽ സമർപ്പിക്കപ്പെടാതെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എവിടെ ശോഭിക്കാൻ പോകുന്നു ആ കർമ്മം? അതുകൊണ്ട് ഹേ മഹാഭാഗ, അങ്ങൊന്ന് യഥാർത്ഥ ദർശനത്തോടു കൂടിയവനും
വിശുദ്ധ കീർത്തിമാനും സത്യതൽപരനും വ്രതം ധരിച്ചിരിക്കുന്നവനുമാണല്ലോ. ബഹുവിധ കർമ്മങ്ങളോടുകൂടിയ ശ്രീ ഭഗവാന്റെ അതാതു ലീലാവ്യാപാരത്തെ സകലരുടെയും ബന്ധമോക്ഷത്തിനായി ഏകാഗ്രബുദ്ധിയാൽ കണ്ടറിഞ്ഞ് വർണ്ണിച്ചാലും, അതായത് ഒരാൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അവൻ്റെ ആ കർമ്മത്തിൻ്റെ ഫലം കൊടുക്കുന്നത് ഭഗവാനാണല്ലോ. അപ്പോൾ ഭഗവത് സ്മരണ ഇല്ലാതെ ചെയ്യുന്ന ഏതൊരു കാര്യവും അതിൻ്റെ ഉദ്ദേശസ്ഥാനത്തെ പ്രാപിക്കുന്നില്ല. നിന്ദാർഹമായതിനെ, അതായത് കാമ്യ കർമ്മത്തെയും മറ്റും സ്വാഭാവികമായിട്ട് തന്നെ അതിൽ രമിച്ചിരിക്കുന്ന ആസക്തിയുള്ള ജനത്തിന് ധർമ്മത്തിൻ്റെ പേരിൽ ഉപദേശിക്കുന്ന അങ്ങയ്ക്ക് വമ്പിച്ചതായ അമളി പിണഞ്ഞിരിക്കുന്നു. യാതൊരു ഈ ഉപദേശവാക്യത്താൽ ഇത് ധർമ്മമാണെന്ന് ഉറച്ചിരിക്കുന്ന ജനങ്ങൾ, പ്രാകൃതരായ ജനങ്ങൾ അതിൻ്റെ കാമ്യകർമാദിയുടെ നിവാരണത്തെപ്പറ്റി മനനം ചെയ്യുന്നില്ല. അതായത് നിഷ്കാമകർമ്മത്തിനെ കുറിച്ച് ജനങ്ങൾ ബോധവാനാകുന്നില്ല. കാലദേശങ്ങളാൽ അപരിച്ഛേദ്യനായ, അതായത് അനന്തപാരസ്യ, പരിമിതിയില്ലാത്ത സർവേശ്വരൻ്റെ നിർവികൽപ്പ സുഖാത്മക സ്വരൂപത്തെ നിവൃത്തിമാർഗത്തിലൂടെ അറിയുവാൻ നിപുണനായവൻ മാത്രമേ അർഹിക്കുന്നുള്ളൂ. അതിനാൽ അധ്യാത്മദൃഷ്ടിയില്ലാത്തവനും സത്വാദിഗുണങ്ങളാൽ പ്രവൃത്തി മാർഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവനുമായ മനുഷ്യന് സർവേശ്വരൻ്റെ ലീലാവ്യാപാരത്തെ അങ്ങ് വർണ്ണിച്ച് കാട്ടിക്കൊടുക്കേണ്ടതുണ്ട്. സ്വധർമ്മത്തെ കൈവെടിഞ്ഞ് ശ്രീഹരിയുടെ തൃപ്പാദപത്മത്തെ ഭജിച്ചു കൊണ്ടിരിക്കുന്നവന് ഒരു പക്ഷെ പാകത വന്നില്ലെങ്കിൽ കൂടി, ഭ്രംശിക്കുകയാണെങ്കിൽ കൂടി, ഈ വിധം ഭജിച്ചിരിക്കുന്നവൻ എവിടെയെങ്കിലും അനർത്ഥം സംഭവിച്ചിട്ടുണ്ടോ? ഭജിക്കാതെ ഇരിക്കുന്നവർക്ക് സ്വധർമ്മ ആചരണം കൊണ്ട് എന്ത് കാര്യമാണ് സമ്പന്നമായത്? ഉയർന്ന നിലയിലും താഴ്ന്ന നിലയിലും കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ജീവന്മാർക്ക് യാതൊരു അനശ്വര സുഖം ലഭിക്കുകയില്ലയോ? അതിനായിക്കൊണ്ട് ബുദ്ധിസാമർഥ്യമുള്ളവൻ പ്രയത്നിച്ചു കൊള്ളണം. അതായത് ജനന മരണാദികളാകുന്ന ഈ സംസാര ദുഃഖത്തിൽ നിന്ന് ഒരുവനെ പിടിച്ച് മാറ്റുവാൻ ശ്രീഹരിയുടെ തിരുനാമങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. മുക്തിദാതാവായ ഭഗവാനെ സേവിക്കുവാൻ ശീലിച്ച ജനമാകട്ടെ മറ്റുള്ളവരെ പോലെ ഒരിക്കലും എങ്ങനെയെങ്കിലും സംസാര ദുഃഖത്തെ പ്രാപിക്കില്ല. അല്ലയോ മുനെ, അതെന്തെന്നാൽ ഭക്തിരസത്താൽ ആകൃഷ്ടനായി കഴിഞ്ഞവൻ മുകുന്ദൻ്റെ തൃപ്പാദ ആശ്ലേഷത്തെ വീണ്ടും സ്മരിച്ചുകൊണ്ട് അതിനെ കൈവെടിയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാൻ തന്നെ ആകുന്നു. എന്നാൽ ഭഗവാൻ ഇതിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നവനുമാണ്. ഭഗവാനിൽ നിന്നത്രേ പ്രപഞ്ചത്തിന് സ്ഥിതിയും തിരോധാനവും ഉൽപ്പത്തിയും സംഭവിക്കുന്നത്. അങ്ങ് ഇതെല്ലാം തന്നെത്താൻ അറിയുകയും ചെയ്യുന്നു. എന്നാലും കൂടി ഞാൻ അങ്ങയ്ക്ക് ഇത് ഒരിക്കൽ കൂടി കാട്ടിത്തരപ്പെട്ടു എന്നത് മാത്രം.